PSC വിന്നേഴ്സ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കുന്നത് 117/24 ക്വസ്റ്റ്യൻ പേപ്പറിലെ 40 ക്വസ്റ്റ്യൻ ആണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വിദ്യാപോഷിണി സഭ സ്ഥാപിച്ചതാര്? ഓപ്ഷൻ സി സഹോദരൻ അയ്യപ്പൻ. 2, നിയമലംഘന പ്രസ്ഥാനം നിസ്സഹകരണ പ്രസ്ഥാനത്തിൽ നിന്ന് വ്യത്യസ്തമാണ്. നിയമലംഘന പ്രസ്ഥാനത്തിൽ ഏർപ്പെട്ട് ജനങ്ങൾ ബ്രിട്ടീഷുകാരോട് സഹകരിക്കാതിരിക്കുക മാത്രമല്ല, അവർ കൊണ്ടുവന്ന നിയമങ്ങൾ എതിർക്കുകയും ചെയ്തു. ശരിയായത് തിരഞ്ഞെടുക്കുക. 2 ഓപ്ഷൻ എ ആണ്, രണ്ടും ശരിയാണ്. 3, ഇന്ത്യയിലെ ആദ്യത്തെ സ്ത്രീ സർവകലാശാല എവിടെ സ്ഥിതി ചെയ്യുന്നു? ഓപ്ഷൻ ഡി മഹാരാഷ്ട്ര. 4, സ്വരാജ് പാർട്ടി സ്ഥാപിച്ചതാരാണ്? ഓപ്ഷൻ എ CR ദാസും മോത്തിലാൽ നെഹ്റു. 5, ഇംഗ്ലണ്ടിലെ രാജാവായ ജെയിംസ് രണ്ടാമൻ ഫ്രാൻസിലേക്ക് പലായനം ചെയ്തു. വില്യവും മേരിയും അധികാരത്തിൽ വന്നു. ഏത് സംഭവവുമായാണ് ഇവ ബന്ധപ്പെട്ടിരിക്കുന്നത്? ഓപ്ഷൻ എ ഗ്ലോറിയസ് റെവല്യൂഷൻ. 6, താഴെ പറയുന്നവയിൽ ഐക്യരാഷ്ട്രസഭയുടെ ലക്ഷ്യമല്ലാത്തത് ഏത്? ഓപ്ഷൻ ഡി അന്താരാഷ്ട്ര വ്യാപാരം നിയന്ത്രിക്കുക. 7, പ്രധാനമായും സിലിക്കേറ്റ് ധാതുക്കൾ അടങ്ങിയതും ഭൂമിയുടെ വ്യാപ്തിയുടെ 84% വരുന്നതുമായ ഭൂമിയുടെ പാളി ഏതാണ്? ഓപ്ഷൻ ബി മാൻഡിൽ. 8, പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് ഏതാണ്? ഓപ്ഷൻ എ കറുത്ത മണ്ണ്. 9, ഡെക്കാൻ ട്രാപ്പ് എന്നറിയപ്പെടുന്ന ഭൂമിശാസ്ത്രപരമായ രൂപീകരണത്തെ ഇനി പറയുന്ന ഏത് പ്രസ്താവനയാണ് ശരിയായി വിവർത്തിക്കുന്നത്? ഓപ്ഷൻ ബി ആണ്. ക്രിട്ടേഷ്യസ് കാലഘട്ടത്തിൻ്റെ അവസാനത്തിൽ അഗ്നിപർവ്വത സ്ഫോടനങ്ങളാൽ രൂപപ്പെട്ട ഒരു വലിയ അഗ്നിപ്രവിശ്യയാണ്. 10, ഏത് അന്തരീക്ഷ പാളിയാണ് ഓസോൺ പാളി എന്നറിയപ്പെടുന്നത്? ഓപ്ഷൻ ഡി സ്ട്രാറ്റോസ്ഫിയർ. 11, കേരളത്തിൽ പ്രധാനമായും കാണപ്പെടുന്നതും വിവിധ വ്യവസായങ്ങളിൽ ഉപയോഗിക്കുന്ന ടൈറ്റാനിയം ഡയോക്സൈഡ് പിഗ്മെൻറ്റിൻ്റെ ഉൽപ്പാദനത്തെ പിന്തുണയ്ക്കുന്നതുമായ ധാതു ഏതാണ്? 11 സി ആണ്, ഇൽമനൈറ്റ്. 12, സർക്കാർ സംരംഭത്തിന് കീഴിൽ സ്വത്തുക്കളുടെ ജിയോ ടാഗിംഗ് പൂർത്തിയാക്കിയ ആദ്യത്തെ സംസ്ഥാനമെന്ന പദവി അടുത്തിടെ നേടിയ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻ എ കർണാടക. ഇന്ത്യയിൽ 1-ാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച വർഷം? ഓപ്ഷൻ ഡി 1951. നീതി ആയോഗ് സ്ഥാപിതമായ വർഷം? ഓപ്ഷൻ ബി 2015. 15, ഇന്ത്യയിൽ നടപ്പിലാക്കുന്ന പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ എന്തെല്ലാം? ഓപ്ഷൻ ഡി മുകളിൽ കൊടുത്തിരിക്കുന്നവയെല്ലാം. സാമ്പത്തിക വളർച്ച, സാമൂഹിക സമത്വവും സ്വയം പര്യാപ്തതയും, ആധുനികവൽക്കരണം. 16, ഇന്ത്യയിലെ GDP കണക്കാക്കുന്നത് ആരാണ്? 16 ഡിലീഷനാണ്. 17, ഡിജിറ്റൽ സാക്ഷരതയും ഡിജിറ്റൽ അടിസ്ഥാന വികസനവും വർദ്ധിപ്പിക്കുന്നതിന് ഇന്ത്യ ഗവൺമെൻറ് തുടങ്ങിയ പുതിയ പദ്ധതിയുടെ പേരെന്താണ്? 17 ഓപ്ഷൻ ബി ആണ്, ഡിജിറ്റൽ ഇന്ത്യ. 18, ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? 18 ഓപ്ഷൻ എ ആണ്, ഡോക്ടർ MS സ്വാമിനാഥൻ. 19, നീതി ആയോഗിൻ്റെ ഇപ്പോഴത്തെ വൈസ് ചെയർപേഴ്സൺ? 19 ഓപ്ഷൻ ബി സുമൻ ബെറി. 20, ഭരണഘടനയുടെ 42-ാം ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഓപ്ഷൻ ബി 1ഉം 3ഉം മാത്രം. 1, സോഷ്യലിസ്റ്റ്, സെക്യുലർ എന്നീ പദങ്ങൾ കൂട്ടിച്ചേർത്തു. 3, അഖണ്ഡത എന്ന പദം കൂട്ടിച്ചേർത്തു. 21, താഴെ പറയുന്ന വനിതകളിൽ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമല്ലാത്തതാര്? ഓപ്ഷൻ സി അക്കമ്മ ചെറിയാൻ. 22, കൂടുതൽ അധികാരത്തോടു കൂടിയ കേന്ദ്ര ഗവൺമെൻറ് എന്ന ഇന്ത്യൻ ഫെഡറലിസം ഏത് ഭരണഘടനയുടെ സ്വാധീനത്താൽ രൂപപ്പെടുത്തിയതാണ്? 22 ഓപ്ഷൻ ബി കാനഡ. 23, ഇന്ത്യൻ ഉപരാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? 23 ഡി ആണ് വരുന്നത്. 23 ഡി ഇവയൊന്നുമല്ല. 24, കേന്ദ്ര സംസ്ഥാന അധികാര വിഭജനത്തെക്കുറിച്ച് പറയുന്ന സംസ്ഥാന ലിസ്റ്റിൽ പെടാത്ത വിഷയം ഏത്? 24 ബി ആണ് വരുന്നത്, വനം. 25, അമേരിക്കൻ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത് എത്ര വർഷത്തേക്കാണ്? ഓപ്ഷൻ സി 4 വർഷം. ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറലായ അന്റോണിയോ ഗൂട്ടറസ് ഏത് രാജ്യക്കാരനാണ്? ഓപ്ഷൻ ഡി പോർച്ചുഗൽ. 27, കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഘടനയെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ സി ആണ്, 1 മാത്രം. അധ്യക്ഷൻ മുഖ്യമന്ത്രിയാണ്. 28, കാലക്രമത്തിൽ എഴുതുക. ഓപ്ഷൻ എ ആണ്, 3, 1, 2, 4. 3, പണ്ടാരപ്പാട്ട വിളംബരം. 1, കൊച്ചി കുടിയായ്മ നിയമം. 2, മലബാർ കുടിയായ്മ നിയമം. 4, കേരള സ്റ്റേറ്റ് ഓഫ്
എവിക്ഷൻ പ്രൊസീഡിങ്സ് ആക്ട്. 29 2007 മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണവും ക്ഷേമവും നിയമത്തിലെ വകുപ്പുകളും അനുബന്ധ വ്യവസ്ഥകളും കണ്ടെത്തുക. 29 ഓപ്ഷൻ സി ആണ്. 2, 3, 4, 1. 2 വകുപ്പ് 2 മുതിർന്ന പൗരൻ എന്നാൽ 60 വയസ്സ് തികഞ്ഞതോ അതിന് മുകളിൽ പ്രായമുള്ളതോ ആയ ഇന്ത്യൻ പൗരൻ. ബി വകുപ്പ് 19. 29ൻ്റെത് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. വകുപ്പ് 19 3 വരുന്നത്. വാർദ്ധക്യകാല ഗൃഹങ്ങൾ സ്ഥാപിക്കൽ. സി വകുപ്പ് 15 4 വരുന്നത്. അപ്പലേറ്റ് ട്രൈബ്യൂണൽ രൂപീകരിക്കൽ. വകുപ്പ് 21 മുതിർന്ന പൗരന്മാരുടെ ക്ഷേമത്തിനായുള്ള പ്രചരണം, ബോധവൽക്കരണം മുതലായവയ്ക്കു വേണ്ടിയുള്ള നടപടികൾ. 30 തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. 30 ഓപ്ഷൻ എ ആണ് ശരിയുത്തരം വരുന്നത്. 1, 3. 1 കേരളത്തിലെ തൊഴിലുറപ്പ് പദ്ധതി ആദ്യഘട്ടത്തിൽ നടപ്പിലാക്കിയത് ഇടുക്കി, കാസർഗോഡ് ജില്ലയിലാണ്. 3 തൊഴിലുറപ്പ് പദ്ധതിയുടെ മാതൃകയിൽ കേരളത്തിൽ നഗരസഭയിലും കോർപ്പറേഷനിലും നടപ്പിലാക്കിയ പദ്ധതിയാണ് അയ്യങ്കാളി ദേശീയ നഗര തൊഴിലുറപ്പ് പദ്ധതി. 31 കേരള സംസ്ഥാന സർവീസിലെ ഉദ്യോഗസ്ഥർക്ക് എതിരെയുള്ള ശിക്ഷണ നടപടികളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഓപ്ഷൻ ഡി കേരള സിവിൽ സർവീസ് ക്ലാസിഫിക്കേഷൻ കൺട്രോൾ ആൻഡ് അപ്പീൽ റൂൾസ് 1960 ഭാഗം 5. 32 ആസാദി കാ അമൃത് മഹോത്സവവുമായി ബന്ധപ്പെട്ട വനിതകൾക്കായുള്ള കേന്ദ്ര ഗവൺമെൻറ് ആവിഷ്കരിച്ച സമ്പാദ്യ പദ്ധതി. 32 ഓപ്ഷൻ ബി ആണ്. മഹിളാ സമ്മാൻ സേവിംഗ് സർട്ടിഫിക്കറ്റ്. 33 2024 കേരള ബജറ്റിൽ പരാമർശിച്ചുള്ള ഉന്നതി മിഷൻ ആരുടെ ഉന്നമനം ലക്ഷ്യമാക്കിയിട്ടുള്ളതാണ്? ഓപ്ഷൻ എ പട്ടികവർഗ വിഭാഗങ്ങളുടെ. 34 കൃത്യമായ പ്രജനന കാലഘട്ടമുള്ള ജീവികളിൽ ലൈംഗിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന ഹോർമോൺ ഏത്? ഓപ്ഷൻ സി മെലാട്ടോണിൻ. 35 ഇന്ത്യയിൽ 3 ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകൾ ഏതൊക്കെ? ഓപ്ഷൻ ഡി ഇന്തോ ബർമ, വടക്കു കിഴക്കൻ ഹിമാലയം, പശ്ചിമഘട്ടം. 36 താഴെ പറയുന്നതിൽ ജീവകം സിയുടെ പ്രസ്താവന അല്ലാത്തതേത്? ഓപ്ഷൻ എ ആണ് വരുന്നത്. പാല്, മുട്ട എന്നിവയിൽ കാണുന്നു. 37 വർണ്ണാന്ധതയുള്ളവരെ സൈന്യത്തിലോ ഡ്രൈവർ, പൈലറ്റ് മുതലായ ജോലികൾക്കോ തിരഞ്ഞെടുക്കാറില്ല. കാരണമെന്ത്? ഓപ്ഷൻ ബി കോൺ കോശങ്ങളുടെ തകരാറ് മൂലം ചുവപ്പ്, പച്ച എന്നീ നിറങ്ങൾ വേർതിരിച്ചറിയാൻ സാധിക്കാത്തതുകൊണ്ട്. 38 മസ്തിഷ്കത്തിലെ വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുത്തുന്ന ഉപകരണം. ഓപ്ഷൻ സി EEG. 39 താഴെ തന്നിരിക്കുന്നതിൽ ടൈപ്പ് 2 പ്രമേഹത്തിന് അനുയോജ്യമായ പ്രസ്താവന ഏത്? ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞ പ്രസ്താവന എല്ലാം തെറ്റാണ്. 40 കോവിഷീൽഡ് ഏത് COVID-19 വാക്സിൻ്റെ വിപണിയിൽ നിന്നും പിൻവലിച്ചു? ഈ വാക്സിൻ നിർമ്മിച്ച കമ്പനി ഏത്? 40 ഓപ്ഷൻ ബി ആണ്. ആസ്ട്രോസെനെക്ക.